പോലെ ഞാൻ പറയുന്ന പോലത്തെ സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടോ എന്ന് പറയണേ. അതിനു മുമ്പേ ഒരു കാര്യം പറയട്ടെ. ഈ ഡ്രസ്സ് മാറ്റിക്കൂടെ എന്ന് പറഞ്ഞ് കുറച്ച് പേരോട് ചോദിച്ച്. ഇതേ എൻ്റെ യൂണിഫോം കേട്ടോ, ഈ ഗ്രീൻ കളറ്. ഞാൻ ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. ചിലർക്കറിയായിരിക്കും, എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്നവർക്കറിയാം. ഞാൻ സൗദിയിലാണ് ജോലി ചെയ്യുന്നത്. ഇവിടെ ഒരു ഫ്ലവർ ഷോപ്പിൽ ഡെലിവറി ഡ്രൈവറാണ്. അപ്പോൾ എൻ്റെ വേഷം, എൻ്റെ യൂണിഫോമാണിത്. ഇത് ഇട്ടില്ലെങ്കിൽ എനിക്ക് ഫൈനാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് ഇടുന്നത്. ഇത് ഇവിടുത്തെ നിയമമാണ്. കമ്പനി ഫൈൻ അടിച്ചില്ലെങ്കിലും ഗവൺമെൻറ് ഫൈൻ അടിക്കും. അതുകൊണ്ട് സ്ഥിരം നമ്മൾ അറിയാമല്ലോ, ഗൾഫ് ജീവിതമൊക്കെ 365 ദിവസമൊക്കെ പണിയെടുക്കുന്നവരാണ് നമ്മൾ. ചിലപ്പോൾ ഒരു ദിവസമൊക്കെ ഹാഫ് ഡേ ഒക്കെ നമുക്ക് ലീവ് കിട്ടിയെങ്കിലേ ഉള്ളൂ. അപ്പം ഫുൾ ഡേ നമ്മളിങ്ങനെയൊക്കെ ആയിരിക്കും നമ്മളെ കാണുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു വേഷം കേട്ടോ. പിന്നെ ഞാൻ പറയാൻ വന്നത്, എനിക്കൊരു സുഹൃത്തുണ്ടേ. ഞങ്ങളെ കൂട്ടുകാരൊക്കെ കൂടിയൊക്കെ ഒന്നിച്ച് നിൽക്കുമ്പോഴേ അവൻ ഓടി ഇങ്ങോട്ട് എവിടെന്നെങ്കിലും പറഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട്, എന്നെ കാണുന്നെങ്കിൽ എടാ മനുഷ്യ ഇങ്ങോട്ട് വന്നു, ഒരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി. ചിലപ്പോൾ ഒരു 100 മീറ്റർ വരെ നമ്മളെ വിളിച്ചുകൊണ്ട് പോകും. വിളിച്ചുകൊണ്ട് പോയിട്ട് പറയടാ, അവൻ്റെ എന്തെങ്കിലും ഒരു മാറ്റം അവൻ നമ്മളോട് പറയും. എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും. അവൻ നമ്മളോട് പറയും, എടാ ഇന്നോലൊക്കെ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് പറയും, എടാ നീ ആരോടും പറയില്ലും, നിന്നോട് മാത്രം ഞാൻ പറയുന്നത്, വേറെ ആരും അറിയില്ലെന്ന് പറയും. നമ്മളെന്ത് കൊടുക്കും അവനോടുള്ള എന്ന് വെച്ചാൽ അവൻ നമ്മളെ വിശ്വസിച്ച് പറഞ്ഞുകൊണ്ട് ഞാനെന്ത് കൊടുക്കും അവനോട്, ശരിയടാ ഞാൻ ആരോടും പറയത്തില്ലെന്ന് പറയും. ഞാനത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കും, വേറെ ആരോടും കൂട്ടുകാരോട് ആരോടും ഷെയർ ചെയ്യത്തില്ല. ഇത് കുറച്ച് ദിവസം കഴിയുമ്പം ഏതെങ്കിലും ഒരുത്തൻ ഇവൻ്റെ ഈ മാറ്റർ എന്നോട് പറയും. അപ്പം ഞാൻ പറയും, നീ ഇതെങ്ങനെ അറിഞ്ഞ്? അപ്പോൾ പറഞ്ഞു, എടാ അവൻ എന്നോട് പറഞ്ഞു ആരോടും പറയില്ലെന്ന് പറഞ്ഞാൽ പിന്നെ നിന്നോടായിട്ട് ഞാൻ പറയുക, നീയും ആരോടും പറയണ്ട. ഞാൻ പറഞ്ഞെടാ ഇതും തന്നെ അവൻ എന്നോട് പറഞ്ഞത്, ആരോടും പറയില്ലെന്ന്. അപ്പോൾ ഇത് കേട്ടോണ്ട് വരുന്ന വേറൊരുത്തൻ കാണും. അവൻ പറയും, എടാ എല്ലാം മാറ്റമല്ലേ? ഞാൻ പറഞ്ഞാൽ അതവൻ എന്നോടും പറഞ്ഞായിരുന്നു, ഇത് തന്നെ അവൻ പറഞ്ഞ ആരോടും പറയില്ലെന്ന്. സംഭവം പറഞ്ഞാൽ ഞങ്ങളുടെ കൂട്ടത്തോടെ എല്ലാ കൂട്ടുകാർക്കും ഇതറിയാം. ഇവൻ പല ടൈമിലായിട്ട് എല്ലാവരോടും ഇത് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇവൻ്റെ സ്ഥിരം പരിപാടി. ഇപ്പോൾ ഇവനിത് കേൾക്കുമ്പോൾ എന്നെ പൊങ്കാലിടും, അവൻ എന്നെ ശരിക്കും തെറി വിളിക്കും. ധാരാളം അവന് ഞാൻ മെൻഷൻ ചെയ്യത്തില്ല കേട്ടോ. പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്നെ കൊല്ലും. അവന് ശരിക്കറിയാം ഞാൻ ആരെക്കുറിച്ച് ഇത് പറഞ്ഞതെന്ന്. ഇത് കേൾക്കുന്നവനറിയാം. അവനിപ്പോൾ വരും എന്നെ പൊങ്കാലിടാൻ. ഇങ്ങനത്തെ ഫ്രണ്ട്സ് നിങ്ങൾക്കുണ്ടോ? നമുക്ക് എല്ലാവർക്കും കാണും, എനിക്ക് ഉറപ്പാണ്. ഇങ്ങനത്തെ ഫ്രണ്ട്സ് നിങ്ങൾക്കും കാണും. അങ്ങനെ ഉണ്ടോ എന്ന് മെൻഷൻ ചെയ്തേക്കെ.